വീണ്ടും കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് വിലപേശൽ രാഷ്ട്രീയം തിരിച്ചു വന്നേക്കാം. പ്രാദേശിക പാർട്ടികൾ ദേശീയ പാർട്ടികളെ വിഴുങ്ങുന്ന കാഴ്ച ഇതൊക്കെ വരും ദിവസങ്ങൾ കാണാൻ കഴിയും. ഏതാണ്ട് ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഏതാണ്ട് ഒരു പകുതി സമയം കടന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എക്സിറ്റ് പോളുകളൊക്കെ എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ സമയം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞതുപോലെ മോദി മീഡിയ പോൾ പരാജയപ്പെട്ടു. അപ്പോൾ പിടി പോൾ എന്ത് ചെയ്തു? വിജയിച്ചു. ഇതിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 30 സീറ്റിന് ഓളം ഒറ്റ കക്ഷിയായി വരാൻ ബി ജെ പിക്ക് സീറ്റുകൾ കുറവാണ്. ഏറ്റവും പുതിയ രീതി അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 63 സീറ്റുകൾക്ക് ബി ജെ പി ഒറ്റയ്ക്കിപ്പോൾ പിന്നിലാണ്. ബി ജെ പി ഒറ്റയ്ക്ക്. അതെ, സ്വാഭാവികമായിട്ടും എൻ ഡി എ ആണെങ്കിൽ 93 ആയിട്ടുള്ളൂ. കോൺഗ്രസ് ഇരട്ടിയായിട്ടുണ്ട്. ഇരട്ടിയായിട്ടും നോക്കുകയാണെങ്കിൽ ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ഈ രണ്ട് മുന്നണിയും തമ്മിൽ വരും ദിവസങ്ങളുണ്ടാവും. സർക്കാർ ഫോം ചെയ്യുന്നതിന് വേണ്ടി ആൾമോസ്റ്റ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ചില പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. മറുഭാഗത്ത് ബി ജെ പിയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ കൂടെ നിൽക്കുന്ന കക്ഷികൾ നിതീഷ് കുമാറിനെ പോലുള്ള ആളുകളെ വെച്ചിട്ട് വേണം സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോകാൻ. എങ്ങനെ സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. അതിനേക്കാളേറെ ആശങ്ക എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾക്കാണ്. ഈ വോട്ട് ചെയ്ത ജനങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഒരു കൂട്ടുകക്ഷി സർക്കാർ വരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെബിലിറ്റി എത്രയാണെന്ന് പോലുള്ള ആശങ്ക ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സംഭവമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫ്രാക്ചേർഡ് വേർഡിക്റ്റാണ്. ഒരു തരത്തിൽ എല്ലാ രംഗത്തും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഫലമായിട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ ബി ജെ പി ജയിക്കണം എന്നുള്ളതല്ല, അതിനപ്പുറം ഒരു ഒറ്റക്കക്ഷി ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ സർക്കാരുണ്ടാവും. അവരുടെ നയങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷം കണ്ടതാണ്. അതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ പലരുടെയും താല്പര്യത്തിന് വാങ്ങി സർക്കാരിന് പല കാര്യങ്ങളും മാറ്റിമറിച്ച് വയ്ക്കേണ്ടി വന്നു. അത് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് തരുന്ന സൂചനകൾ. പ്രാദേശിക പാർട്ടികളെ അത് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു ദേശീയ കാഴ്ചപ്പാടോടെ ഉള്ള ഇപ്പോൾ കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ ബി ജെ പി ആകട്ടെ മറ്റേതെങ്കിലും പാർട്ടികളാവട്ടെ രാജ്യത്തുടനീളം ഇപ്പോൾ ബി ജെ പിയെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ചീത്തപ്പേരെന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങൾക്കും അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് അതുണ്ടാക്കി വെച്ച മാനക്കേടും വളരെ വലുതാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ വീണ്ടും കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത്. സ്വാഭാവികമായിട്ടൊരു വിലപേശലുണ്ടാവും. ഈ വിലപേശൽ പ്രാദേശിക പാർട്ടികളുടെ ഇതാണ് നമുക്ക് രണ്ടാം UPA സർക്കാർ സംഭവിച്ചത്. നമുക്ക് ഈ പ്രാദേശിക പാർട്ടികളുടെ വിലപേശൽ അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് ഒരു ദേശീയ പ്രസ്ഥാനം വഴങ്ങിക്കൊടുക്കുമ്പോൾ പലപ്പോഴും ആ ദേശീയമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായി പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെ പലപ്പോഴും ഒരൊറ്റ തീരുമാനം എടുക്കാൻ കഴിയാത്തതിന് കാരണം രാജ്യത്തെമ്പാടും ഒരൊറ്റ കാര്യം അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അത് അവരെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ വീണ്ടും അതേ പാതയിൽ കൂടിയാണ് ബി ജെ പിയും ചെന്നപ്പെടുന്നത്. ഇത് രാജ്യത്തിന് ഭൂഷണമാണോ? ഒരിക്കലുമല്ല, രാജ്യത്തിന് ദോഷം തന്നെയാണ്. കാരണം എത്രയോ കോയലേഷൻ സർക്കാർ നമ്മൾ കണ്ടതാണ്. ജനതയുടെ കാലം മുതൽ നമ്മുടെ AB വാജ്പേയി ഇരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു ടൈമിലും അല്ലാതെ കോൺഗ്രസ്സായിട്ട് 2 UPA സർക്കാരുകൾ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ VP സിംഗിൻ്റെ കാലഘട്ടം ഇങ്ങനെ പല കാലഘട്ടത്തിൽ കൂടി നമ്മൾ കൂട്ടുകക്ഷി സർക്കാർ ഭാരതം ഒരുപാട് കണ്ടതാണ്. ആ ഘട്ടങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അപവാദം പറയാൻ കഴിയുന്നത് UPA 2 ടൈമിൽ ഇവരെല്ലാം ഒപ്പിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോഴും ഒന്നാം UPA പൂർത്തീകരിച്ചു. അതെ, ഒന്നാം UPA അപ്പോഴും CPM ഇറങ്ങിപ്പോയി, ഇടതുകക്ഷികൾ ഇറങ്ങിപ്പോയി. കാര്യം അവരുടെ ഇതിന് ചേരാത്തതുകൊണ്ട് അവർ പോയി. രണ്ടാം UPA അവരില്ലായിരുന്നു. പകരം വേറെ ചില കക്ഷികൾ അവർ കൂട്ടുപിടിച്ചു. അപ്പോഴും മൻമോഹൻ സിംഗിനൊന്നും ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുള്ളി മിടുക്കനായ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പുള്ളിക്ക് കുറേ നയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നേരത്തെ പറഞ്ഞ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഓരോരുത്തരും താല്പര്യമനുസരിച്ചിട്ട് സർക്കാർ എങ്ങനെയോ പൂർത്തീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ്
രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി മുന്നണിയായിട്ട് അത് മാറി. അതെ, അതാണ് നമ്മൾ സംസാരിച്ചത്. കോടികളുടെ അഴിമതി നമ്മൾ കേട്ട് പരിചയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ട പിന്നെ നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര അഴിമതികളുണ്ടായതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് തടയാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇത് നടത്തിയ എല്ലാം ചെറിയ പാർട്ടികളാണ്. DMK പോലുള്ള പാർട്ടികളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ. ആ അഴിമതി നടത്തി രാജ്യത്തിൻ്റെ പൊതുപണം, രാജ്യത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട പൊതുപണം ചില കുടുംബങ്ങളിലേക്കോ ചില കമ്പനികളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു ദുരന്തം. ആ ദുരന്തം ഇനി രാജ്യത്തിന് താങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക്, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടും രാജ്യത്തിൻ്റെ വളർച്ചയിലുമൊക്കെ ഒരു സ്റ്റെബിലിറ്റി വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ വീണ്ടും ഇത്തരം ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അത് കൂപ്പൂത്തുകയാണ് ചെയ്യും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് രാവിലെ മുതൽ പിന്നെ ഓഹരി മണിയിലുള്ള തകർച്ച. അത് കൃത്യ റിഫ്ലക്ഷനാണ്. അത് ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ബിസിനസ് മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാവും എന്ന് ആദ്യം തിരിച്ചറിയുന്ന ഒരു സ്ഥലമാണല്ലോ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ല, ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി പിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് പിന്നെ രാജ്യത്ത് ഇന്ത്യയിൽ അത് കോൺഗ്രസ് ആവട്ടെ പിന്നെ BJP ആവട്ടെ മറ്റേതെങ്കിലും പാർട്ടി ആയിക്കൊള്ളട്ടെ, ഒരു ഏകകക്ഷി ഭരണം ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പാർട്ടി വളരരുതെന്നും കൂട്ടുകക്ഷി സർക്കാർ തന്നെ ഉണ്ടാകണമെന്നും ഇന്ത്യക്ക് പുറത്തുള്ള പലർക്കും അതിനകത്ത് നിർബന്ധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ വഴി ഇതിനകത്ത് തന്നെ ഛിദ്രത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായിട്ടുള്ള വിത്തുകൾ പാകിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നമ്മുടെ CECയുടെ വാർത്താസമ്മേളനം അദ്ദേഹം പറഞ്ഞത്. വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി ഇന്ത്യക്കകത്തുള്ള ചിലർ നമ്മുടെ നാട്ടിലെ ഇലക്ഷനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ നമുക്ക് പറയാൻ പറ്റും. അതെ, എല്ലാവരും ഉണ്ട്. ഇന്ത്യക്കകത്ത് 1-2 ആളുകളൊന്നുമില്ല, ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട്. ഇത് CECക്ക് പറയേണ്ടി വന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ അതനുസരിച്ചുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവണം. എന്നിട്ടും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നം ഉണ്ടായിട്ടും ഈ 90 കോടി വോട്ടർമാരെ പിന്നെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും ഈ വിപുലമായ സംവിധാനം ഒരുക്കാനും ലോകത്തിലെ ഉത്സവം എന്നറിയപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഭംഗിയായി നടത്തിയെങ്കിൽ ആ സ്ഥാപനത്തിന്റെ കഴിവ് തന്നെയാണ്. അല്ല, പറയത്തക്ക പ്രശ്നങ്ങളില്ലാതെ തീർന്നു. ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ ഒരു വിഷയങ്ങളുമില്ല. 2 ദിവസം മുമ്പ് തന്നെ ജയറാം രമേശ് ഉന്നയിച്ചൊരു ആരോപണം എന്താ? അമിത്ഷാ 150 DM ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർ, അതായത് കളക്ടർമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്രേ. അത് ഇലക്ഷൻ കമ്മീഷന് ഇദ്ദേഹം പരാതി കൊടുത്തു. എനിക്ക് ഒരാഴ്ച സമയം തരണം. ഇതെല്ലാം വെറുതെ ഏറിലിടുന്ന ആരോപണങ്ങളാണ്. അതേ കക്ഷികളാണ് ഇപ്പം ഇലക്ഷൻ കമ്മീഷനെ പൊഴുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് ഇവർ ശരിക്കും ഈ UPAയിൽ അല്ല, ഈ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, അവർ ഒരിക്കലും ആരെ അംഗീകരിക്കാത്തൊരു സ്വഭാവക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനെ അവഗണിക്കുന്നതിന് കൂടി, അല്ല അധിക്ഷേപിക്കുന്നതിന് കൂടി രാജ്യത്തെ ജനങ്ങളാണ് അധിക്ഷേപിക്കുന്നത്. വോട്ട് ചെയ്ത വോട്ടർമാരാണ് അധിക്ഷേപിക്കുന്നത്. കാരണം അത് EVMലെ ക്രമക്കേടാണ്. അതാണ്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ ക്രമക്കേടെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോയ ഞാനും താങ്കളും ഒക്കെ ഈ പറഞ്ഞതിൽ അതിൻ്റെ കുറ്റക്കാരാണ്. അതിനവർ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ EVM മിണ്ടുന്നില്ല. ഇപ്പോൾ EVM മിണ്ടുന്നില്ല, EVMനെ കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ അവർക്കൊരു ആരോപണം ഉന്നയിക്കാവുന്ന ഒരു സാഹചര്യമാണ്. കാര്യം മാനിപ്പുലേഷൻ ഇവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അല്ല, നമ്മുടെ രാജ്യത്തെ ഒരു ലോക അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത് EVM ക്രമക്കേട് ഇവിടെ നടക്കുന്നുവെന്ന് നമ്മൾ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികൾ വിളിച്ച് പറഞ്ഞാൽ ലോകം. അല്ല, അതാണ് നേരത്തെ SP പറഞ്ഞതുപോലെ ഇതിന് എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക. അതിനാണ് ഞാൻ അട്ടിമറിയുന്നത്. തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് ആ എന്താണ് കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയും അത് വെച്ചിട്ടൊരു അൺട്രസ്റ്റ് രാജ്യത്തുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ചില ശക്തിയൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരുപാട് മീഡിയ ഹൗസുകളും ആ കൂട്ടത്തിലുണ്ട്. ഞാൻ തോക്കുകയും എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ചില ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ലക്ഷണം പരിശ്രമിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ തുറന്നു പറയേണ്ട സാഹചര്യം ഇല്ലല്ലോ. അതെ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 2019 മുതൽ 2019 ഇലക്ഷൻ ഈ ശ്രമം നടന്നിരുന്നതാണ്. അതായത് 14 മോദി സർക്കാർ വന്നതിന് ശേഷം 19 വീണ്ടും അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനെ ഒന്ന് പേടിപ്പിച്ചോ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തെ കുറിച്ച് ആ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതും അതിജീവിച്ചു ഇലക്ഷൻ കമ്മീഷൻ. അതിനേക്കാളും രൂക്ഷമായിരുന്നു ഇപ്രാവശ്യം. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ഇവർ സമാനം പറയേണ്ടി വരും ദിവസങ്ങൾ. ഈ ജയറാം രമേശ് അടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളിന് സമാനം പറയേണ്ടി വരും. അല്ല, ഇവർക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് രാവിലെ ചില മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചില അഭിപ്രായങ്ങൾ തള്ളിവിടുന്ന കണ്ടു. കാരണം മാനമുണ്ടെങ്കിൽ മോദി മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അവരുടെ ആഗ്രഹങ്ങൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് മറ്റേ ഭാഗത്തും പറയണം. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ അന്തസ്സുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ വരെ EVMനെ കുറിച്ച് പറഞ്ഞതും കമ്മീഷനെ കുറിച്ച് പറഞ്ഞതും തെറ്റായിപ്പോയി. രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടത്.
തീർച്ചയായും ആരും ഉളുപ്പില്ലായ്മയ്ക്ക് ഒരു നമ്മളൊരു പര്യായം പറഞ്ഞെങ്കിൽ കോൺഗ്രസ് എന്നാണ് പറയാൻ കഴിയും ഈ പുതിയ സാഹചര്യത്തിൽ. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇവർ പറഞ്ഞതിനെ ഈ ശബ്ദത്തിൽ അവർ പലതവണ വിഴുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് എത്തി കടുത്തുപോയി. ഈ റിസൾട്ട് വരുന്നതിന് ഒരു 3-4 ദിവസം എക്സിറ്റ് പോള് ഏറ്റവും വളരെ വേദനാജനകമായൊരു കാര്യമാണ്. 13 എക്സിറ്റ് പോളുകൾ രാജ്യത്തിൽ നടന്നു. നമ്മുടെ നാട്ടിലെ മനോരമ അടക്കം നടത്തി. ഇതെല്ലാം വളരെ അവർ കഷ്ടപ്പെട്ട് എത്രയോ ദിവസം ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് എത്രയോ പേര് അവർ എംപ്ലോയ് ചെയ്ത് അവരുടെ ഒരു എഫേർട്ട്, ഒരു ഹ്യൂമൻ എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട്. ഇത് ഡാറ്റ അനാലിസിസ് ആളുകളുണ്ട്. ഇവരൊക്കെ ചെയ്തു വന്ന ഈ പണിയാണ് അവർ ഒരു ഒറ്റ വാക്കുകൊണ്ട് പറയുന്നത് പിന്നെ മോദി മീഡിയ പോളാണെന്ന് പറഞ്ഞിട്ട് അവരെ അവഹേളിക്കുക. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ മാൻഡേറ്റിനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ രാജ്യം ഭരിക്കാൻ ഇപ്പോൾ എന്താണ് റെഡിയായി നിൽക്കുന്ന കോൺഗ്രസിന് ഭൂഷണമല്ലത്. ജനത്തിൻ്റെ ഈ അവരുടെ ഈ സമ്മതിദാനത്തെയും ഒരുമാതിരി അവഹേളിക്കുന്ന സമീപനമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ കുറച്ചുകൂടി ചിത്രം വ്യക്തമാകും. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം.